ഹായ് നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഗ്രീൻ ചട്നി, മല്ലിയില കൊണ്ടുവയ്ക്കുന്ന ഒരു ചട്നി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മല്ലിയില നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ഉപ്പും വിനിഗറും ചേർത്ത വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം, എന്നിട്ട് അരയ്ക്കാവും. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മല്ലിയില, ചെറിയ തേങ്ങ, തൈര്, ഉപ്പ്, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് പാകത്തിന് അരച്ചെടുത്താൽ നല്ലൊരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കാം. ചമ്മന്തി അരയ്ക്കുമ്പോൾ തൈര് ഒരുപാടങ്ങ് അരഞ്ഞ് പതഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിനായി ഞാനൊരു മിക്സിയുടെ ജാറെടുത്തു. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുമ്പോൾ നമ്മുടെ വിരൽ കൊണ്ടിങ്ങനെ പിടിച്ചെടുക്കാൻ പാകത്തിന് 2 പിടി മല്ലിയില. അത് തണ്ട് അധികമില്ലാതെ നല്ല ഫ്രഷ് അല്ല, നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ഇല പുറത്തുനിന്ന് വാങ്ങുന്ന ഇലയാകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം, കുക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുള്ള മല്ലിയിലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വെളുത്തുള്ളി, ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുള്ള ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി 4ആയിട്ട് ഞാൻ മുറിച്ച് വച്ചിട്ടുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇതിലേക്ക് ഉപ്പും തൈരും ചേർത്ത് അരച്ചെടുക്കണം. തൈര് കുറേശ്ശെ ചേർത്ത് ആദ്യം 1-2-3 സ്പൂൺ തൈര് ചേർത്ത് ഒന്ന് അരച്ച് എന്നിട്ടൊന്ന് ഓഫാക്കി, അതായത് നിർത്തി അരച്ചെടുക്കണം. ഒരുമിച്ചങ്ങ് അരച്ചാൽ തേങ്ങ ചമ്മന്തി ഒരുപാടങ്ങ് അരഞ്ഞു പോകും, തൈര് പതഞ്ഞു പോകും. തൈര് പതഞ്ഞു പോയാൽ ചമ്മന്തി നന്നാവില്ല, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നല്ല പുളിയുള്ള തൈര് വേണം എടുക്കാൻ. എനിക്കിപ്പോൾ ഞാൻ ലെബനാണ് എടുത്തിട്ടുള്ളത്. കട്ട തൈരിന് പുളി കുറവായതുകൊണ്ട് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തൈര് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നത്. ഇത് ഞാൻ 3-4 സ്പൂൺ ഒഴിച്ചു. ഇനി ഞാനൊന്ന് അരച്ചു ഓഫാക്കി. അങ്ങനെ ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഈ ഒരു തിക്നെസ് വേണം ചമ്മന്തിക്ക് വരാൻ. കണ്ടോ, തൈരൊന്നും പതഞ്ഞു പോയിട്ടില്ല. തൈര് പതഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അങ്ങനെ വരരുത്. ഇതേ രീതിയിൽ അരച്ചെടുക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. നെയ്ച്ചോറിനും ഫ്രൈഡ് റൈസിനും പുലാവിനും ബിരിയാണിക്കും ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.